ഹലോ, ഉമ്മീസ് കുക്കിംഗ് ടൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴവും ഗോതമ്പപ്പൊടിയും വെച്ചിട്ട് ഒരു 4 മണി പലഹാരമാണ്. നമുക്ക് നേന്ത്രപ്പഴമൊക്കെ കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി മിക്സർ ജാറിലിട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. മധുരം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ നല്ല മിക്സിയിൽ അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ മിക്സിയിലൊക്കെ പഴം അടിച്ചെടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ഗോതമ്പപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 വലിയ സ്പൂണിന് 3 സ്പൂണ് ഗോതമ്പപ്പൊടി ഇട്ട് കൊടുക്കണത്. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചേരുവകൾ പഴവും പൊടികളൊക്കെ കൂട്ടിയെടുത്താൽ മതി. മധുരമൊക്കെ ഇനി 1 ടീസ്പൂണ് അരിപ്പൊടി, ടീസ്പൂണല്ല സ്പൂണാണ്. ഇനി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ നല്ല മിക്സാക്കി. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സോഡാപ്പൊടി. നമുക്ക് കുറച്ച് ഇത് ടൈറ്റ് ഉണ്ട്. കുറച്ചുകൂടി 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്യുക. നമ്മൾ ഗോതമ്പപ്പൊടി അരിപ്പൊടി എല്ലാം നല്ല മിക്സ് ചെയ്തു. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോവാം. നമ്മൾ അടുപ്പത്ത് എണ്ണ വെച്ചു. എണ്ണയ്ക്കെല്ലാം ചൂടായി വന്നു. ഇങ്ങനെ ടീസ്പൂൺ കൊണ്ടാണ് ഒഴിച്ചു കൊടുക്കണേ. കൈ കൊണ്ടും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ പലഹാരം നിറച്ചിട്ട് കൊടുക്കാം. നല്ല എണ്ണ ചൂടായി വന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. നമ്മളെ പലഹാരം ആദ്യത്തെ ട്രിപ്പ് റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. നമുക്ക് 4 മണിക്ക് ചായയിലേക്കൊക്കെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് റെഡിയായി. ഇങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലിട്ടിട്ട് നമ്മൾ പലഹാരം തയ്യാറാക്കിയാൽ മതി. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തിൽ ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും. അങ്ങനെ നമ്മൾ പഴവും ഗോതമ്പപ്പൊടിയും വെച്ചിട്ടില്ലേ 4 മണി പലഹാരം റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ചായയിലേക്കൊക്കെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ട എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.